നമസ്കാരം. തെലങ്കാനയിലെ നൽഗൊണ്ട ജില്ലയിൽ ആഡംബര ജീവിതത്തിനും പ്രതികാരത്തിനുമായി സ്വകാര്യ സ്കൂൾ പ്രിൻസിപ്പലിനെ 10ാം ക്ലാസ്സുകാരായ 2 വിദ്യാർത്ഥികൾ സ്വന്തം വീട്ടിൽ വെച്ച് 27 തവണ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം വൻ ഞെട്ടലുളവാക്കിയിരിക്കുകയാണ്. നാഗാർജുന സ്കൂളിലെ പ്രിൻസിപ്പലായ രൂപ റെഡ്ഡിയാണ് ഓഗസ്റ്റ് 11-ന് അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. പെട്ടെന്ന് പണക്കാരനാകാനുള്ള ആഗ്രഹവും കാറുകളോടും ബൈക്കുകളോടുമുള്ള അമിത ഭ്രമവും ലഹരി ഉപയോഗവുമാണ് കുട്ടികളെ ഈ ദാരുണമായ കുറ്റകൃത്യത്തിലേക്ക് നയിച്ചത്. കൊലപാതകത്തിന് തൊട്ടു മുൻപ് എങ്ങനെ പെട്ടെന്ന് പണമുണ്ടാക്കാം എന്ന് ഇവർ ഇന്റർനെറ്റിൽ തിരഞ്ഞിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തി. സ്കൂളിൽ ഫീസ് പിരിച്ചു കിട്ടുന്ന വൻ തുക പ്രിൻസിപ്പലിന്റെ പക്കലുണ്ടാക്കുമെന്ന കണക്കുകൂട്ടലിൽ ഓഗസ്റ്റ് 11-നാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത്. കൃത്യത്തിന് 5 ദിവസം മുൻപ് തന്നെ പ്രിൻസിപ്പലിന്റെ വീടും CCTV ക്യാമറകളുടെ സ്ഥാനവും നിരീക്ഷിച്ച് ഗ്ലൗസുകളും കത്തിയും മങ്കി ക്യാപ്പുകളും സംഘടിപ്പിച്ചവർ പദ്ധതി തയ്യാറാക്കി. 5ാം ദിവസം മതിൽ ചാടിക്കടന്ന് ഒരാൾ വീട്ടിൽ കയറുകയും മറ്റേയാൾ പുറത്ത് കാവൽ നിൽക്കുകയുമായിരുന്നു. എന്നാൽ കിടപ്പുമുറിയിലെ വലിപ്പിൽ നിന്നും പണം മോഷ്ടിക്കുന്നതിനിടെ പ്രിൻസിപ്പൽ മുറിയിലേക്ക് വരികയും പ്രതിയുടെ മങ്കി ക്യാപ്പ് അല്പം നീങ്ങിപ്പോവുകയും ചെയ്തു. പ്രിൻസിപ്പൽ തന്നെ തിരിച്ചറിഞ്ഞുവെന്ന് ഉറപ്പായതോടെയാണ് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് രൂപ റെഡ്ഡിയെ 27 തവണ തുരുതുര കുത്തിക്കൊലപ്പെടുത്തിയത്. കൊലപാതകം നടക്കുന്നതിന് തൊട്ടു മുൻപ് രൂപ റെഡ്ഡി തന്റെ അമ്മായിയുമായി ഫോണിൽ സംസാരിക്കവേ ബാബു എന്ന് വിളിച്ചത് കേട്ടാണ് കേസിൽ നിർണായക വഴിത്തിരിവായത്. തെലുങ്കിൽ കുട്ടികളെയോ വിദ്യാർത്ഥികളെയോ വിളിക്കാൻ ഉപയോഗിക്കുന്ന ബാബു എന്ന വാക്ക് കേട്ടതോടെ പ്രിൻസിപ്പലിന് പരിചയമുള്ള വിദ്യാർത്ഥികളാണ് പിന്നിലെന്ന് പോലീസ് ഉറപ്പിച്ചു. കൂടാതെ രൂപയുടെ മരണത്തിൽ അനുശോചിച്ച് സ്കൂളിന് നൽകിയ 4 ദിവസത്തെ അവധിക്ക് ശേഷം തിരികെ എത്താതിരുന്ന 13 വിദ്യാർത്ഥികളെ പോലീസ് ചോദ്യം ചെയ്യുകയും വീട്ടുപരിസരത്തെ 70ഓളം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിൽ 10ാം ക്ലാസ്സിലെ ചില വിദ്യാർത്ഥികളുടെ അസ്വാഭാവിക പെരുമാറ്റം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. പെട്ടെന്ന് ധാരാളമായി പണം ചെലവഴിക്കുകയും സുഹൃത്തുക്കൾക്കൊപ്പം ആഘോഷങ്ങൾ നടത്തുകയും ചെയ്ത 2 പേരെ കേന്ദ്രീകരിച്ചായിരുന്നു പിന്നീട് അന്വേഷണം. ഇവരിൽ നിന്നും പോലീസിന് 1,54,000 രൂപ ലഭിച്ചു. പുതിയ ഐഫോണും കവർച്ച ചെയ്യപ്പെട്ട മൊബൈൽ ഫോണും ലഭിച്ചു. പണം മാതാപിതാക്കൾ നൽകിയതാണെന്ന് വിദ്യാർത്ഥി വാദിച്ചെങ്കിലും കറൻസി നോട്ടുകളിൽ കണ്ടെത്തിയ രക്തക്കറ ഫോറൻസിക് പരിശോധനയിൽ രൂപ റെഡ്ഡിയുടേതാണെന്ന് ഉറപ്പിച്ചതോടെ പ്രതികൾക്ക് കുറ്റം സമ്മതിക്കേണ്ടി വന്നു. കൊലപാതകത്തിന് 2 ആഴ്ച മുൻപ് ബാഗിൽ നിന്ന് പണവും ഫോണും കണ്ടെത്തിയതിനെ തുടർന്ന് രൂപ റെഡ്ഡി ഒരു കുട്ടിയെ ശാസിക്കുകയും ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കി രക്ഷിതാക്കളെ വിവരമറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിലുള്ള പകയും കവർച്ചയ്ക്കൊപ്പം കൊലപാതകത്തിന് കാരണമായി. കൃത്യത്തിന് ശേഷം തെളിവ് നശിപ്പിക്കാൻ വസ്ത്രങ്ങൾ ഡ്രെയിനേജിൽ ഉപേക്ഷിച്ച പ്രതികൾ മോഷണം നടത്തിയ പണവുമായി ഗോവയിലേക്ക് മുങ്ങി ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു. കവർച്ച ചെയ്യപ്പെട്ട മുഴുവൻ പണവും ഫോണുകളും പോലീസ് വീണ്ടെടുത്തു. അറസ്റ്റിലായ വിദ്യാർത്ഥികൾ പ്രായപൂർത്തിയാകാത്തവർ ആയതിനാൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കും. എന്തായാലും ഒരു സ്കൂൾ പ്രിൻസിപ്പലിനെ പണം ലഭിക്കുന്നതിന് വേണ്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 15 വയസ്സ് അത് മാത്രം പ്രായമുള്ള വിദ്യാർത്ഥികൾ ചേർന്ന് കൊലപ്പെടുത്തുക എന്നത് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കാത്ത കാര്യമാണ്. എന്തായാലും 27 തവണ കുത്തിയാണ് പ്രിൻസിപ്പലിനെ കേവലം കുറച്ച് പണത്തിന് വേണ്ടി വിദ്യാർത്ഥി കൊലപ്പെടുത്തിയിരിക്കുന്നത്.